ഒരു രാത്രി ഇരുട്ട് വെളുക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പൊതുമക്കൾ കേൾക്കുക പേരറിവാളൻ തൂക്കിലേറ്റപ്പെട്ടു എന്ന വാർത്തയായിരിക്കാം. ഇരുട്ടിന്റെ മറവിലാണല്ലോ ഭരണകൂടത്തിന്റെ അരുംകൊലകൾ അരങ്ങേറുന്നത്. വധശിക്ഷ ഒരു ശിക്ഷയല്ലെന്നും അത് സ്വന്തം ജനതയ്ക്ക് മേൽ ഭരണകൂടം നടത്തുന്ന പ്രാകൃതമായ പ്രതികാരമാണെന്നും അതുകൊണ്ട് വധശിക്ഷ പാടില്ലെന്നും ഇവിടെ ഞാൻ ആവശ്യപ്പെടുന്നു. നിരപരാധികളുടെ ചോര വീണ് കുതിർന്ന ബലിക്കല്ലുകൾ കെട്ടിയുയർത്തി കൊട്ടാരം പണിയുന്നവർ ഒന്നോർക്കണം, ഇവിടെ തമിഴന്റെ ജീവന് വിലയുണ്ട്. ഉയിര് കൊടുത്ത് ഉയര് കാക്കാൻ പ്രാപ്തിയുള്ള തമിഴരുണ്ട് ഇവിടെ. എന്റെ ജീവന് പകരമായി പേരറിവാളന്റെ ജീവൻ നിലനിൽക്കുമെന്ന പ്രതീക്ഷയിൽ പേരറിവാളന്റെ ജീവൻ സംരക്ഷിക്കുക, നിരപരാധിയുടെ ജീവൻ സംരക്ഷിക്കുക, തമിഴന്റെ ജീവൻ രക്ഷിക്കുക, പേരറിവാളന്റെ ജീവൻ രക്ഷിക്കുക, പേരറിവാളന്റെ ജീവൻ രക്ഷിക്കുക. മാലേ മുല്ലമാലേ ചന്ദിമാലേ மல்லிகை தோட்டத்தின் மார்கழி திங்களே, செந்தமிழ் பேசும் சுந்தரியே. അമ്മ എന്തിനാ ഇങ്ങനെ മേടിച്ചു നോക്കുന്നേ? ജയിലുദ്യോഗസ്ഥരുടെ ഉദാര്യം കൊണ്ടാ അമ്മയ്ക്ക് മോനെ ഇന്നിങ്ങനെ അടുത്ത് കാണാൻ കഴിഞ്ഞത്. 21 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ രാഷ്ട്രപതി പ്രതിഭാ പാട്ടീൽ എന്റെ ദയാഹർജി തള്ളി. ഈ കാലം അത്രയും ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ എന്റെ മോന് വേണ്ടി അമ്മ പൊരുതുകയായിരുന്നു. തൂക്കുദണ്ഡനത്തിനെതിരെ ഏതെല്ലാം പൊതുവിടങ്ങൾ, എത്ര സമരങ്ങൾ. അവസാനം അമ്മയ്ക്കൊരു കത്ത് കിട്ടി. സെപ്റ്റംബർ 9-ാം തീയതി വെല്ലൂർ സെൻട്രൽ ജയിലിൽ വെച്ച് പേരറിവിനെ തൂക്കിക്കൊല്ലും, നിന്റെ ശവശരീരം ഏറ്റുവാങ്ങണമെന്ന്. ഞാൻ ഈ ജീവിതത്തെ വല്ലാതെ സ്നേഹിക്കുന്നു അമ്മ. ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ആസ്വദിക്കുന്നു അമ്മ. ജീവിച്ചിരിക്കുക എന്ന മഹത്തായ സ്വപ്നം അവസാനിക്കുമ്പോഴാണ് ശ്വസിക്കുന്ന ഓരോ നിമിഷത്തിൻ്റെയും വിലയറിയുന്നത്. ജീവിതത്തെ അതിരറ്റ് സ്നേഹിച്ചുകൊണ്ട് തന്നെ മരണത്തെ നിർഭയം സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കാം. ജീവിതമേ അവസാനിക്കാവൂ, പോരാട്ടം അവസാനിക്കരുതമ്മേ. ജയിലിലടയ്ക്കുമ്പോൾ പേരറിവാളൻ 19 വയസ്സുള്ള കുട്ടിയായിരുന്നു. ഇന്ന് ഞാൻ ജയിലിൽ കിടന്ന് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വായിച്ചു തീർന്നു. അമ്മയും അപ്പാവും ചേർന്നിട്ട് 60 പേരിന് അർഹതയുള്ളവനാ. ഒരുപക്ഷെ ഇത് നമ്മുടെ അവസാന കൂടിക്കാഴ്ചയായിരിക്കും, അല്ലേ അമ്മേ? തമിഴ്നാട്ടിൽ പ്രതിഷേധം ഇരമ്പുക. ലോകത്ത് മറ്റാരേക്കാളും സംഘബോധമുള്ളവനാണ് തമിഴൻ. അവന്റെ ഭാഷയോടും സംസ്കാരത്തോടും കടപ്പാടുള്ളവൻ.
തൂക്കുമരത്തിൽ നിൽക്കുന്ന 3 തമിഴർക്ക് വേണ്ടി നാട് മൊത്തം ഒരേ സ്വരത്തിൽ വാദിക്കുക. അതിനെ എതിർത്തുകൊണ്ട് നിങ്ങളെ തൂക്കിലെത്തിയാൽ ഉറപ്പായും ആയിരക്കണക്കിന് സംഘടമാർ തമിഴ്നാട്ടിൽ സംഘടിക്കും. പാടില്ലമ്മ, എനിക്ക് വേണ്ടി ആരും ജീവൻ വെടിയാൻ പാടില്ല. സെങ്കൊടി ഒരു കനലായി മനസ്സിൽ പുകയുക. മല്ലികை തോട്ടത്തിൻ മാർഗഴി തിങ്കളേ, ചെന്തമിഴ് പേസും സുന്ദരിയേ, ഉയിരേ എന്നുയിരേ, ഉയിരേ എന്നുയിരേ. ഒരു നല്ല വാർത്തയും കടന്നു വരാത്ത രീതിയിൽ അമ്മയുടെ ജീവിതം ഇത്ര കെട്ടുപോയല്ലോ മക്കളെ. ഇപ്പോ വെല്ലൂർ സെൻട്രൽ ജയിൽ പോലും കാരുണ്യം കാട്ടുന്നു. പക്ഷേ വിധി വധച്ചിട്ടയുടെ രൂപത്തിൽ. അറിവേ, എന്തോ എത്രയോ വാട്ടി അമ്മ നിനക്ക് പൊങ്കൽ കൊണ്ടുവന്നിട്ട് തരാൻ കഴിയാതെ തിരിച്ചു കൊണ്ടുപോയിരിക്കുന്നു. ഇന്ന് അമ്മ ചമച്ചു കൊണ്ടുവന്ന പൊങ്കൽ തരാൻ ജയിലധികാരി അനുവദിച്ചു. അവർ കൊഞ്ചം ഷാപ്പിട്ട് നോക്കിയിട്ട് സമ്മതിച്ചു മോന് കൊടുത്തോളാൻ. അറിവേ, വാടാ. വർഷങ്ങൾക്ക് ശേഷം അമ്മ ചമച്ച സാപ്പാട്. ചെറുതിലെ അമ്മ കഥ പറഞ്ഞു കൂട്ടുന്നതൊക്കെ ഞാവത ഇരിക്കാക്കണ്ട. അഴാതടാ, നിറയെ സാപ്പിട്. അമ്മ ചമച്ചതാ. ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി തരണം, നിന്റെ കുട്ടികളെ വളർത്തണം എന്നൊക്കെ എത്രയോ ആശ. ഒക്കെ വെറുതെയാ. നിറയെ സാപ്പിട്. മതി അമ്മ. ജയിലർ നൽകിയ ദയ, കടവുൾ നൽകിയ ദയ. നിനക്ക് ഈശ്വരനിലും പരലോകത്തിലൊന്നും വിശ്വാസമില്ല എന്ന് അമ്മയ്ക്കറിയാം. ഇനി അങ്ങനെ വല്ലതും ഉണ്ടായാൽ പരലോകത്ത് വെച്ച് രാജീവ് ഗാന്ധിയെ കാണുമ്പോൾ നീ പറയണം, അദ്ദേഹത്തിനെ കൊന്നതിൽ എന്റെ മുത്തിന് ഒരു പങ്കുമില്ല. ജയിലുദ്യോഗസ്ഥരുടെ ദയ മിസ്യൂസ് പണ്ടക്കൂടാതെ. അമ്മ, ഇതൊരു പക്ഷേ നമ്മുടെ അവസാന കൂടിക്കാഴ്ചയാണെങ്കിൽ ഈ പെറ്റമ്മയെ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു, ശിവരസിന് എന്തിനെന്നറിയാതെ 9 വോൾട്ടിന്റെ 2 ബാറ്ററി വാങ്ങിക്കൊടുത്തു എന്നല്ലാതെ ആ കൊലപാതകത്തിൽ എനിക്ക് ഒരു പങ്കുമില്ലമ്മേ. സത്യം അമ്മ, സത്യം. അമ്മയ്ക്കൊരു സംശയമില്ല. അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഈ കാലം എത്ര എന്റെ മോന് വേണ്ടി അമ്മ പോരില്ലായിരുന്നു. അറിവേ, പേരറിവേ, അമ്മ, എൻ മകനെ. പേരറിവിന് ഒരു വിസിറ്റർ കൂടിയുണ്ട്. ഉണ്ടാക്കിയത് എവിടെ വെച്ച്? ആര് പറഞ്ഞിട്ട്? എനിക്കറിയില്ല സാർ, എനിക്കറിയില്ല. ഇലക്ട്രോണിക്സ് ഡിപ്ലോമയ്ക്ക് പഠിച്ചത് ബെൽറ്റ് ബോംബ് ഉണ്ടാക്കാനാ? ആണെന്നെഴുതിയാ മതി. സാറ് ഔട്ട്ലുക്കിന് നൽകിയ അഭിമുഖം വായിച്ചു. പേരറിവ് പറഞ്ഞ മൊഴികളൊന്നുമല്ല രേഖപ്പെടുത്തിയെന്നും ബെൽറ്റ് ബോംബ് ഉണ്ടാക്കിയത് ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും
വൈകിയെത്തുന്ന തിരിച്ചറിവുകൾ പ്രയോജനമില്ലാത്ത ബാധ്യതകളാ. ഒന്ന് കാണണമെന്ന് തോന്നി. ഒരു നിമിഷം നിങ്ങളുടെ മുന്നിൽ വന്ന് കുറ്റബോധം കൊണ്ട് കുനിഞ്ഞ ശിരസുമായി ഇങ്ങനെ നിൽക്കണമെന്ന് തോന്നി. മാപ്പ് പറയുന്നതിൽ ഇനി എന്തെങ്കിലും അർത്ഥമുണ്ടെന്നും തോന്നുന്നില്ല. എന്നെ മനസ്സിലാകുന്നുണ്ടോ പേരറിവിന്? യേശുക്രിസ്തുവിനെ യൂദാസ് ഒരു ചുംബനം കൊണ്ട് കൊടുത്തു. പേരറിവേ, നിരപരാധിയായ നിന്നെ തൂക്കുമേട വരെ എത്തിച്ച എന്നെ നീ ഒരു ചുംബനം കൊണ്ട് മരണം വരെ ശിക്ഷിച്ചു. പേരറിവേ, ഹൈക്കോടതി ഞങ്ങളുടെ വധശിക്ഷ സ്റ്റേ ചെയ്തു. നിയമസഭ ഏകകണ്ഠമായി ഞങ്ങളെ മോചിപ്പിക്കണമെന്ന് പ്രമേയം പാസാക്കി. ഭരണകൂടം പറയുന്നു എന്നെ മോചിപ്പിക്കണമെന്ന്. കേസന്വേഷിച്ച പോലീസ് അധികാരികൾ പറയുന്നു പേരറിവാളന്റെ കുറ്റസമ്മത മൊഴി സത്യസന്ധമായല്ല രേഖപ്പെടുത്തിയതെന്നും പേരറിവാളൻ കുറ്റവാളിയല്ലെന്നും. തൂക്കാൻ വിധിച്ച ന്യായാധിപൻ പറയുന്നു 25 വർഷമായി ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരെ ഇനി തൂക്കിക്കൊല്ലുന്നത് തെറ്റാണെന്ന്. പക്ഷെ ഞാൻ പറയുന്നു എന്നെ തൂക്കിക്കൊല്ലണമെന്ന്. ഒരു പുരുഷായുസ്സിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ മുഴുവൻ ജയിലിൽ കിടന്ന ഞാൻ ഇനി എത്ര കാലം തൂക്കുകയർ കാത്തു കിടക്കണം? ദയവായി എന്നെ തൂക്കിലേറ്റണം. രാജീവ് ഗാന്ധിയെ കൊന്ന കുറ്റത്തിന് തൂക്കിലേറ്റുന്നതിന് മുൻപ് ദയവായി ഒരു സത്യം പറയാൻ നിങ്ങൾ തയ്യാറാകണം. ആരാണ് അദ്ദേഹത്തെ കൊന്നതെന്ന്? ഉത്തരമില്ലാത്ത നിരവധി ചോദ്യങ്ങൾക്ക് മുമ്പില് കാൽനൂറ്റാണ്ടായി ഞാൻ ശിക്ഷ അനുഭവിക്കുന്നത്. ഒരാളെ വെടിവെച്ചു കൊന്നാൽ തോക്കിനെയാണോ ശിക്ഷിക്കേണ്ടത്? ഒരാളെ വെട്ടിക്കൊന്നാൽ വാളിനെയാണോ ശിക്ഷിക്കേണ്ടത്? അത്തരം വിക്ഷിതമോ മണ്ടത്തരമോ ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രിയുടെ കൊലപാതക കേസ് അന്വേഷിച്ചപ്പോൾ സംഭവിച്ചത് വീഴ്ചയല്ല, കൊടിയ അഴിമതി. ആർക്കായിരുന്നു രാജീവ് ഗാന്ധിയെ കൊന്നൊഴിവാക്കേണ്ടിയിരുന്നത്? ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ എടുത്തത് കൊന്നൊഴിവാക്കേണ്ട കുറ്റമാണോ? 9 വാട്ടിന്റെ 2 ബാറ്ററി വാങ്ങിക്കൊടുത്താൽ 25 വർഷം ജയിലിൽ കിടക്കേണ്ടി വരുമോ? ചരിത്രത്തിന് തമാശയും കെട്ടുകഥയുമായി തോന്നാവുന്ന ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത്. ഈ ചോദ്യങ്ങൾ പൊതുമക്കൾക്ക് മുന്നിൽ വച്ചിട്ട് ഞാൻ പറയുന്നു, ദയവായി എന്നെ തൂക്കിലേറ്റുക. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അശാസ്ത്രീയമായ വധശിക്ഷയുടെ അവസാന ഇരയായിരിക്കണം പേരറിവ്.
നിങ്ങൾ പൊതുമക്കളുടെ വക, നിങ്ങൾ പൊതുജനങ്ങൾ ഒരു കുരുക്കി കഴുത്തിലേക്കിട്ട് എന്റെ വിധി പൂർത്തിയാക്കുമോ? ഇല്ലെങ്കിൽ പൊരുതുക. സത്യത്തിന് വേണ്ടി അറിവിന് പറയാനുള്ളത് ഇതാണ്: വന്ദേ മാതരം.